Hi friends, ഇന്ന് ഞാനൊരു സിമ്പിൾ കോഫി പുഡിങ്ങിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് അതിനു വേണ്ട കാരമൽ ഒന്ന് റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു സോസ് പാനിലേക്ക് 3 ടേബിൾസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒന്നും ചെയ്യണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് നല്ല ബ്രൗൺ കളർ ആയിക്കോളും. പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി വരുന്നുണ്ട്. ഈ സോസ് പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല ഒരു ഗോൾഡൻ കളർ ആവണം. ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നല്ല ഗോൾഡൻ കളറാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും, പിന്നെ കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇത് നല്ല കട്ടിയായി പോവും, പക്ഷേ ചൂട് വരുമ്പോൾ ഇത് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. ഇതിനി മാറ്റി വെക്കാം. അടുത്തത് ഇനി പുഡിങ് റെഡിയാക്കാം. അതിനുവേണ്ടി 1 കപ്പ് പാല് സോസ് പാനിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ പാലൊന്ന് ചൂടായിട്ട് വരണം. ഇപ്പോൾ പാല് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി 3 മുട്ട ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ഇനി ഇത് റെഡിയാക്കി വെച്ച പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നല്ല ചൂടാറിയിട്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ മുട്ട ഒഴിക്കുമ്പോൾ വെന്തു പോകും. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം മുട്ട ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സ് ഈ ബൗളിലേക്ക് ഒഴിക്കാം. കാരമലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരമൽ ഇപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു തട്ട് വെച്ച് അതിൻ്റെ മേലെ ഈ ബൗൾ വെക്കാം. ഇതൊരു തട്ട് വെച്ചോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടോ കവർ ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഇതൊരു 15-20 മിനിറ്റിൽ റെഡിയാവും. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് റെഡിയായോ നോക്കാം. പുഡിങ് റെഡിയായോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എടുക്കാം. ഇപ്പോൾ പുഡിങ്ങിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇത് സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നത് കാണാം. ഇനി ജസ്റ്റ് ഒന്ന് ഇത് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, പുഡിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല കോഫിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ.